ഗുഡ് ആഫ്റ്റർനൂൺ ടു ഓൾ. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഹ്യൂമൻ അനാറ്റമി ആൻഡ് ഫിസിയോളജി എന്ന് പറയുന്ന സബ്ജക്റ്റിലെ ഇൻട്രൊഡക്ഷൻ പോർഷൻ നോക്കി അല്ലേ? ഇൻട്രൊഡക്ഷൻ ടു ഹ്യൂമൻ ബോഡി. അപ്പോൾ ഹ്യൂമൻ ബോഡീനെ പറ്റി പഠിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഹ്യൂമൻ ബോഡീൻ്റെ ബേസിക് കാര്യങ്ങൾ അറിയണമെങ്കിൽ നമുക്ക് അനാറ്റമി എന്താണെന്നും ഫിസിയോളജി എന്താണെന്നും അറിയണമായിരുന്നു. സോ വി ഡിസ്കസ്ഡ് വാട്ട് ആർ അനാറ്റമി ആൻഡ് ഫിസിയോളജി. ദെൻ മൂവ് ടു ലെവൽസ് ഓഫ് സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ അല്ലേ? ഒരു ഓർഗാനിസം രൂപീകരിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ എന്തൊക്കെ സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ എത്ര ലെവൽസിൽ കടന്നിട്ടാണ് ഓർഗാനിസം ഫോം ചെയ്യുന്നത് നമ്മൾ പഠിച്ചു. അതിനുശേഷം നമ്മൾ എന്ത് പഠിച്ചു? ഡിഫറെൻറ്റ് ബോഡി സിസ്റ്റം അല്ലേ? 11 ഡിഫറെൻറ്റ് ബോഡി സിസ്റ്റം നമ്മൾ പഠിച്ചു. സോ അതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? ബേസിക് ലൈഫ് പ്രോസസ്സ്. ബേസിക് ലൈഫ് പ്രോസസ്സിനെ പറ്റിയിട്ടാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മളെ ലൈഫ് കണ്ടിന്യൂസ്ലി അല്ലെങ്കിൽ ഒരു പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യണമെങ്കിൽ ചില ബേസിക് കാര്യങ്ങൾ നമ്മളെ ലൈഫിൽ പ്രോസസ്സ് ചെയ്തുകൊണ്ടേ ഇരിക്കണം അല്ലേ? അതാണ് ബേസിക് ലൈഫ് പ്രോസസ്സ് എന്ന് പറയുന്നത്. അങ്ങനെ ബേസിക്കായിട്ട് വേണ്ട 6 കാര്യങ്ങളാണ് നമ്മുടെ ബോഡിക്ക് ആവശ്യം വേണ്ടത്. ഏതൊക്കെയാണ്? മെറ്റബോളിസം, റെസ്പോൺസീവ്നെസ്, മൂവ്മെൻറ്റ്, ഗ്രോത്ത്, ഡിഫറൻസിയേഷൻ ആൻഡ് ലാസ്റ്റ് വൺ ഈസ് റീപ്രൊഡക്ഷൻ. അങ്ങനെ 6 ബേസിക് കാര്യങ്ങൾ നമ്മുടെ ബോഡിയിൽ ഉണ്ടായാൽ മാത്രമേ നമ്മളെ നോർമൽ ലൈഫ് കണ്ടിന്യൂസ് ആയിട്ടൊരു ബാലൻസ്ഡ് പ്രോസസ്സിൽ പോവുകയുള്ളൂ. സോ ഫസ്റ്റ് വൺ ഈസ് മെറ്റബോളിസം. എന്താണ് മെറ്റബോളിസം? മെറ്റബോളിസം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സം ഓഫ് ഓൾ കെമിക്കൽ പ്രോസസ്സസ് ദാറ്റ് ഒക്കർ ഇൻ ദ ബോഡി. നമ്മളെ ബോഡിയിലുള്ള എല്ലാ കെമിക്കൽ പ്രോസസ്സിനെയും, നമ്മളെ ബോഡിയിൽ നടക്കുന്ന എല്ലാ കെമിക്കൽ പ്രോസസ്സിനെയും കമ്പൈൻ ചെയ്തിട്ട് പറയുന്ന പേരാണ് മെറ്റബോളിസം എന്ന് പറയുന്നത്. സോ ഈ മെറ്റബോളിസം എഗെയിൻ ഡിവൈഡ് ഇൻ ടു 2. ഏതൊക്കെയാണ്? കാറ്റബോളിസം ഉണ്ട്, ആനബോളിസം ഉണ്ട്. കാറ്റബോളിസം എന്ന് പറയുന്നത് ത്രോയിങ് ഡൗൺ അല്ലെ? ഇറ്റ്സ് എ കണ്ടീഷൻ ഓഫ് ത്രോയിങ് ഡൗൺ, അതായത് ബ്രേക്ക് ഡൗൺ ഓഫ് കോംപ്ലെക്സ് കെമിക്കൽ സബ്സ്റ്റൻസസ് ഇൻ ടു സിംപ്ലർ കോമ്പണൻസ്. നമ്മളെ ബോഡിയിലുള്ള കോംപ്ലെക്സ് അല്ലെങ്കിൽ വലിയ വലിയ കെമിക്കൽ സബ്സ്റ്റൻസിന് അല്ലെങ്കിൽ വലിയ കോംപ്ലെക്സ് ആയിട്ടുള്ള സബ്സ്റ്റൻസസിനൊക്കെ ബ്രേക്ക് ഡൗൺ ചെയ്ത് സിമ്പിൾ കോമ്പണൻസ് ആക്കി മാറ്റുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് കാറ്റബോളിസം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ആനബോളിസം? ആനബോളിസം എന്ന് വെച്ചാൽ റേസിംഗ് അപ്പ്. എന്താ അത്? ദ ബിൽഡിംഗ് അപ്പ് ഓഫ് എ കോംപ്ലെക്സ് കെമിക്കൽ സബ്സ്റ്റൻസസ് ഫ്രം സ്മോളർ സിംപ്ലർ കോമ്പണൻസ്. അതായത് ചെറിയ കോമ്പണൻസിൽ നിന്നും വലിയ വലിയ കോംപ്ലെക്സ് കെമിക്കൽ സബ്സ്റ്റൻസസ് ബിൽഡപ്പ് ചെയ്തെടുക്കുക. ആ പ്രോസസ്സിന് പറയുന്ന പേരാണ് ആനബോളിസം എന്ന് പറയുന്നത്. ഇനി രണ്ടെണ്ണത്തിന് നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, കാറ്റബോളിസത്തിന് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഫുഡ് പാർട്ടിക്കിൾസ് അല്ലേ? ഫുഡ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് കോംപ്ലെക്സ് കെമിക്കൽ സബ്സ്റ്റൻസസ് ആണ്. അപ്പോൾ അതൊരു സ്മോൾ കോമ്പണൻസ് ആക്കി മാറ്റിയേ പറ്റൂലേ? നമ്മുടെ ബോഡിയിലേക്ക് അത് അബ്സോർബ് ചെയ്യാനും നമ്മുടെ ബോഡിക്ക് വേണ്ട ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ കിട്ടണമെങ്കിൽ ആ കോംപ്ലെക്സ് കെമിക്കൽ സബ്സ്റ്റൻസസ് നമ്മൾ ബ്രേക്ക് ഡൗൺ ചെയ്യണം. അപ്പോൾ ആ പ്രോസസ്സിന് പറയുന്ന പേരാണ് കാറ്റബോളിസം അല്ലേ? നമ്മൾ കഴിക്കുന്ന ഫുഡ് പാർട്ടിക്കിൾസിലുള്ള കോംപ്ലെക്സ് കെമിക്കൽ സബ്സ്റ്റൻസസിനൊക്കെ കാറ്റബോളിസം എന്ന് പറയുന്ന പ്രോസസ്സ് വഴി ബ്രേക്ക് ഡൗൺ ചെയ്ത് സിമ്പിൾ കോമ്പണൻസ് ആക്കി മാറ്റും. അപ്പോൾ ഈ നമ്മുടെ ഫുഡ് പാർട്ടിക്കിൾസിലെ കോംപ്ലെക്സ് കെമിക്കൽ സബ്സ്റ്റൻസസ് സിമ്പിൾ രൂപത്തിലേക്ക് മാറിക്കഴിഞ്ഞാൽ എന്താ ഫോം ചെയ്യുക? അമിനോ ആസിഡ്സ് അല്ലേ? ഏറ്റവും ചെറിയ സിമ്പിൾ കോമ്പണൻസ് എന്ന് പറയുന്നത് അമിനോ ആസിഡ്സ് ആണ്. അപ്പോൾ വലിയ വലിയ കോംപ്ലെക്സ് പാർട്ടിക്കിൾസ് ഒക്കെ കാറ്റബോളിസം വഴി ബ്രേക്ക് ഡൗൺ ചെയ്ത് സിമ്പിൾ അമിനോ ആസിഡ്സ് ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ആ ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് കാറ്റബോളിസം, ബ്രേക്കിംഗ് ഡൗൺ ഓഫ് കോംപ്ലെക്സ് സബ്സ്റ്റൻസസ് ഇൻ ടു സിമ്പിൾ കോമ്പണൻസ്. അപ്പോൾ ആനബോളിസം എന്ന് പറയുന്നത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സെയിം തന്നെ എടുക്കാം. നമ്മളിങ്ങനെ ബ്രേക്ക് ഡൗൺ ചെയ്തെടുത്ത അമിനോ ആസിഡ്സ് എന്ത് ചെയ്യും? ഓരോ അമിനോ ആസിഡ്സും ബിൽഡപ്പ് ചെയ്ത് ഒരു കോംപ്ലെക്സ് കെമിക്കൽ സബ്സ്റ്റൻസസ് ആക്കി മാറ്റും. അതിൻ്റെ പേരാണ് പ്രോട്ടീൻസ് അല്ലേ? അമിനോ ആസിഡ്സ്, ഒരുപാട് അമിനോ ആസിഡ്സ് കമ്പൈൻ ചെയ്തിട്ടുണ്ടാകുന്ന ഒരു കോമ്പണൻ്റ് ആണ് പ്രോട്ടീൻസ് എന്ന് പറയുന്നത്. സോ ആ പ്രോട്ടീൻസ് ആക്കി മാറ്റുന്ന പ്രോസസ്സാണ് ആനബോളിസം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഉണ്ടായ പ്രോട്ടീൻസ് നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഫങ്ഷൻസിന് യൂസ് ചെയ്യാൻ പറ്റും അല്ലേ? പ്രോട്ടീൻസ് ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു ചെറിയ ചെറിയ അമിനോ ആസിഡ്സ് ബിൽഡപ്പ് ചെയ്ത് കമ്പൈൻ ചെയ്ത് കോംപ്ലെക്സ് പ്രോട്ടീൻ സ്ട്രക്ചറായിട്ട് മാറുന്ന പ്രോസസ്സാണ് ആനബോളിസം എന്ന് പറയുന്നത്. അങ്ങനെ രണ്ടെണ്ണത്തിനെ കമ്പൈൻ ചെയ്തിട്ടാണ് നമുക്ക് ടോട്ടൽ സം ഓഫ് മെറ്റബോളിസം എന്ന് പറയുന്നൊരു പേരിട്ടത് അല്ലേ? മെറ്റബോളിസം എന്ന് പറയുന്നത് കെമിക്കൽ പ്രോസസ്സ്, നമ്മുടെ ബോഡിയിൽ നടക്കുന്ന കെമിക്കൽ പ്രോസസ്സിനെ കമ്പൈൻ ചെയ്ത് പറയുന്ന പേരാണ് മെറ്റബോളിസം. മെറ്റബോളിസം 2 ആയിട്ട് തിരിച്ചിട്ടുണ്ട്: കാറ്റബോളിസം, ആനബോളിസം. കാറ്റബോളിസം എന്ന് പറയുന്നത് വലിയ വലിയ കോംപ്ലെക്സ് സബ്സ്റ്റൻസസിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് സിമ്പിൾ സബ്സ്റ്റൻസ് ആക്കി മാറ്റുന്നതാണ് കാറ്റബോളിസം. ആനബോളിസം എന്ന് പറയുന്നത് ബിൽഡിംഗ് അപ്പ് ഓഫ് കോംപ്ലെക്സ് കെമിക്കൽ സബ്സ്റ്റൻസസ് ഫ്രം സിമ്പിൾ സബ്സ്റ്റൻസസ്.
സിമ്പിൾ ചെറിയ ചെറിയ കോമ്പണൻസ് ബിൽഡപ്പ് ചെയ്ത് കോംപ്ലക്സ് സബ്സ്റ്റൻസസ് ആക്കി മാറുന്ന പ്രോസസ്സാണ് ആനബോളിസം. സെക്കൻഡ് ബേസിക് ലൈഫ് പ്രോസസ്സിൽ വരുന്നതാണ് റെസ്പോൺസീവ്നെസ്, അല്ലേ? നമ്മളെ ബോഡിയുടെ എബിലിറ്റി ടു ഡിറ്റക്ട് ആൻഡ് റെസ്പോണ്ട് ടു ചേഞ്ചസ്. നമ്മുടെ ബോഡിയിൽ ബോത്ത് ഇൻറ്റേർണൽ അല്ലെങ്കിൽ എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റിൽ എന്തെങ്കിലും ചേഞ്ചസ് വന്നു കഴിഞ്ഞാൽ ആ ചേഞ്ചസിനെ ഡിറ്റക്ട് ചെയ്യാനും അതിലെന്തെങ്കിലും റെസ്പോണ്ട് ചെയ്യണമെങ്കിൽ അതിന് റെസ്പോണ്ട് ചെയ്യാനും പറ്റുന്ന ബോഡിയുടെ എബിലിറ്റി എന്ന് പറയുന്ന പേരാണ് റെസ്പോൺസീവ്നെസ്, അല്ലേ? നമ്മളെപ്പോഴും ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ടെമ്പറേച്ചർ കൂടുമ്പോൾ നമുക്ക് ഫീവറായിട്ട് മാറാണ്, അല്ലേ? പനി വരാറുണ്ട്. അപ്പോൾ ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റിൽ എന്തെങ്കിലും ചേഞ്ചസ് വന്നാലോ അല്ലെങ്കിൽ എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റിൽ എന്തെങ്കിലും ചേഞ്ചസ് വന്നാലാണ് നമ്മൾ ഈ ബോഡി ഈ ഒരു ചേഞ്ച് കാണിക്കുന്നത്. അപ്പോൾ ആ നമ്മുടെ ടെമ്പറേച്ചർ കൂടി അല്ലെങ്കിൽ നമുക്ക് പനി വരുന്നുണ്ട് നമ്മളെ ബോഡി ഡിറ്റക്ട് ചെയ്യണം. അതുപോലെ തന്നെ ആ പനിക്കെതിരായിട്ട് റെസ്പോണ്ട് ചെയ്യുകയും വേണം. അതിന് പറയുന്ന പേരാണ് റെസ്പോൺസീവ്നെസ് എന്ന് പറയുന്നത്. തേർഡ് വൺ ഈസ് മൂവ്മെൻറ്റ്. ഇറ്റ് ഇൻക്ലൂഡ്സ് മോഷൻ ഓഫ് ദ ഹോൾ ബോഡി, ഇൻഡിവിജ്വൽ ഓർഗൻസ്, സിംഗിൾ സെൽസ് ആൻഡ് ഈവൻ ടൈനി സ്ട്രക്ചേഴ്സ് ഇൻസൈഡ് ദ സെൽസ്. ഒരു ബോഡി ഫോർ എക്സാമ്പിൾ നമ്മളെ കാലൊന്ന് എടുത്ത് അല്ലെങ്കിൽ നമുക്കൊന്ന് നടക്കണമെങ്കിൽ, അല്ലേ, ഒരു അടി മുന്നിൽ നടക്കണമെങ്കിൽ ആ കാല് മൂവ് ചെയ്യണമെങ്കിൽ ഓരോ ഇൻഡിവിജ്വൽ ഓർഗനും അല്ലെങ്കിൽ ഓരോ സിംഗിൾ സെൽസ് അല്ലെങ്കിൽ ആ സിംഗിൾ സെൽസിൻ്റെ ഉള്ളിലുള്ള ടൈനി സ്ട്രക്ചേഴ്സ് വരെ മൂവ് ചെയ്യണം, അല്ലേ? മോഷൻ ചെയ്യണം. ആ ഹോൾ ബോഡി മൂവ് ചെയ്യണമെങ്കിൽ ചെറിയ ചെറിയ സെൽസ് വരെ നമുക്ക് മൂവ് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്കൊരു കാലെടുത്ത് ഒരു അടി നടക്കാൻ പോലും ആവുകയുള്ളൂ. സോ ആ ഒരു പ്രോസസ്സ് നടക്കണമെങ്കിൽ മൂവ്മെൻറ്റ് എന്ന് പറയുന്ന ബേസിക് കാര്യമാണ്, അല്ലേ? നമ്മുടെ ഓർഗൻസ് മൂവ് ചെയ്യണം, നമ്മളെ ഹോൾ ബോഡി മൂവ് ചെയ്യണം, ഈവൻ ആ ഓർഗൻസിലുള്ള സിംഗിൾ സെൽസ് വരെ മൂവ് ചെയ്താൽ മാത്രമേ നമുക്ക് മൂവ്മെൻറ്റ് എന്ന് പറയുന്ന ബേസിക് കാര്യം നടത്താൻ പറ്റും. അപ്പോൾ അതും നമ്മളെ ബേസിക് ലൈഫ് പ്രോസസ്സിൽ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. ആൻഡ് ദ ഫോർത്ത് വൺ ഈസ് ഗ്രോത്ത്, അല്ലേ? നമ്മളെപ്പോഴും ചെറുതായിരുന്നാൽ മാത്രം മതിയോ, അല്ലേ? നിങ്ങൾ ആദ്യത്തെ കാലത്തുള്ള അതേ വലിപ്പം തന്നെയാണോ നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ളത്? അല്ല. അപ്പോൾ ഏറ്റവും വലിയ ബേസിക് ലൈഫ് പ്രോസസ്സ് എന്ന് പറയുന്നത് എന്താ? ഗ്രോത്ത്, അല്ലേ? നമ്മളെ ബോഡി സൈസ് ഇൻക്രീസ് ചെയ്യണം, നമ്മളെ സെൽസ് നമ്മുടെ ബോഡിയിലുള്ള എക്സിസ്റ്റിംഗ് സെൽസിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്യണം, അതിൻ്റെ നമ്പർ ഇൻക്രീസ് ചെയ്യണം. എന്നാൽ മാത്രമേ ഹോൾ ബോഡി സൈസ് ഇൻക്രീസ് ചെയ്ത് നമ്മളൊരു വലിയൊരു സ്ട്രക്ചറായിട്ട് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. സോ വൺ ഓഫ് ദി ബേസിക് ലൈഫ് പ്രോസസ് ഈസ് ഗ്രോത്ത്. അപ്പം മെറ്റബോളിസം, റെസ്പോൺസീവ്നെസ്, മൂവ്മെൻറ്റ്, ഗ്രോത്ത്, ഈ 4 ബേസിക് ലൈഫ് പ്രോസസ്സിൽ വരുന്ന ആൾക്കാരാണ്, അല്ലേ? മെറ്റബോളിസം, നമ്മൾ ബോഡിയിലുള്ള പ്രോസസ്സ്, കെമിക്കൽ പ്രോസസ്സ് നടക്കണമെങ്കിൽ മെറ്റബോളിസം എന്ന് പറയുന്ന പ്രോസസ്സ് വേണം. നമ്മുടെ ബോഡി എന്തെങ്കിലും റിയാക്ട് ചെയ്യണമെങ്കിൽ റെസ്പോൺസീവ്നെസ് വേണം. നമുക്കൊന്ന് മൂവ് ചെയ്യണമെങ്കിൽ മൂവ്മെൻറ്റ് എന്ന് പറയുന്ന പ്രോസസ്സ് വേണം. നമ്മളൊന്ന് ഡെവലപ്പ് ചെയ്ത് വലിയൊരു ഹോൾ ബോഡി ആയിട്ട് മാറണമെങ്കിൽ നമുക്ക് ഗ്രോത്ത് വേണം. ആൻഡ് ദ ഫിഫ്ത്ത് വൺ ഈസ് ഡിഫറൻസിയേഷൻ. Differentiation is the development of a cell from an unspecialized to a specialized state. ഒരു സെൽസിൻ്റെ ഡെവലപ്മെൻറ്റിനെയാണ് നമ്മൾ ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത്. എവിടുന്ന്? ഒരു അൺസ്പെഷ്യലൈസ്ഡ് സ്റ്റേറ്റിൽ നിന്നും സ്പെഷ്യലൈസ്ഡ് സ്റ്റേറ്റിലേക്കുള്ള സെൽസിൻ്റെ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന പേരാണ് ഡിഫറൻസിയേഷൻ. ഓരോ സെൽസും ഡെവലപ്പ് ചെയ്ത് ഡിഫറൻഷിയേറ്റ് ചെയ്ത് വലിയ വേറെ സെൽസായിട്ട് മാറുന്ന ഒരു പ്രോസസ്സ്, അല്ലേ? ഇപ്പോൾ എക്സാമ്പിൾസ് നമ്മളെ ബോഡിയിൽ നെർവ് സെൽസ് ഉണ്ട്, മസിൽ സെൽസ് ഉണ്ട്, അങ്ങനെ ഒരുപാട് സെൽസ് ഉണ്ട്, അല്ലേ? എൻഡോക്രൈൻ സെൽസ് ഉണ്ട്, നമ്മുടെ റെഡ് ബ്ലഡ് സെൽസ് ഉണ്ട്, അങ്ങനെ ഒരുപാട് സെൽസ് നമ്മുടെ ബോഡിയിൽ പ്രസൻ്റ് ആണ്. അങ്ങനെ ഓരോ സെൽസായിട്ട് മാറണമെങ്കിൽ ഡിഫറൻസിയേഷൻ ഡെവലപ്പ് ചെയ്യണം, ഡിഫറൻസിയേഷൻ നടക്കണം, പ്രോലിഫറേഷൻ നടക്കണം. അങ്ങനെ ഒരുപാട് പ്രോസസ്സ് നടന്നാൽ മാത്രമേ ഒരു സെല്ലായിട്ട് നമുക്കതിനെ രൂപീകരിക്കാൻ പറ്റൂ. നമ്മുടെ ബോഡിയിൽ ഒരു പ്രത്യേകത തരം പ്രിക്കേഴ്സർ സെൽസ് ഉണ്ട്, അതിന് പറയുന്ന പേരാണ് സ്റ്റെം സെൽസ്. ഈ സ്റ്റെം സെൽസിന് ഒരു പ്രത്യേക കഴിവാണ്. ഈ സ്റ്റെം സെൽസ് ഡിവൈഡ് ചെയ്ത് വലുതാകുമ്പോൾ നമുക്ക് ഏത് സെൽസായിട്ട് വേണമെങ്കിലും അതിനെ മാറ്റാൻ പറ്റും. സ്റ്റെം സെൽസ് ഡിവൈഡ് ചെയ്ത് നമുക്ക് നെർവ് സെൽസ് ആവണമെങ്കിൽ നെർവ് സെൽസ് ആയിട്ട് മാറും. വീണ്ടും സ്റ്റെം സെൽസ് ഡിവൈഡ് ചെയ്ത് മസിൽ സെൽസ് ആവണമെങ്കിൽ മസിൽ സെൽസ് ആയിട്ട് മാറും. റെഡ് ബ്ലഡ് സെൽസ് ആണെങ്കിൽ റെഡ് ബ്ലഡ് സെൽസ് ആയിട്ട് മാറും. അങ്ങനെ ഏത് തരം സെൽസിലേക്കും ഡിവൈഡ് ചെയ്ത് മാറാൻ പറ്റുന്ന സെൽസാണ് സ്റ്റെം സെൽസ് എന്ന് പറയുന്നത്. നമ്മുടെ ബോഡിയിലുള്ള പ്രിക്കേഴ്സർ സെൽസിന് പറയുന്ന പേരാണ് സ്റ്റെം സെൽസ്. ആ സ്റ്റെം സെൽസിന് ഡിഫറൻസിയേഷൻ നടന്ന് വേറെ പുതിയ സെൽസ് അല്ലെങ്കിൽ ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെൽസ് ആയിട്ട് അതിനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. സോ ദിസ് ഇസ് ദി ഫിഫ്ത്ത് ബേസിക് ലൈഫ് പ്രോസസ്, ഡിഫറൻസിയേഷൻ, അല്ലേ? ഓരോ സെൽസായിട്ട് ഡെവലപ്പ് ചെയ്ത് വലിയ ഫങ്ഷൻസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നൊരു പ്രോസസ്സ് വേണം. സിക്സ്ത് വൺ ഈസ് റീപ്രൊഡക്ഷൻ. റീപ്രൊഡക്ഷൻ റെഫേഴ്സ്, നമുക്ക് റീപ്രൊഡക്ഷൻ എന്ന് പറയുന്ന ടേം ഒരുപാട് കാര്യങ്ങൾക്ക് കൊടുക്കാൻ പറ്റും, അല്ലേ? ഒന്നാമത്തെ കാര്യം എന്താ?
പുതിയ സെൽസ് ടിഷ്യൂ ഗ്രോത്തിന് വേണ്ട പുതിയ സെൽസ് ഫോം ചെയ്യുന്നതിന് നമുക്ക് റീപ്രൊഡക്ഷൻ എന്ന് പറയും. റിപ്പയർമെന്റ് അല്ലേ, പുതിയ സെൽസ് വന്ന് ടിഷ്യൂസിന്റെ റിപ്പയർ ചെയ്യാനും ടിഷ്യൂസിനെ റീപ്ലേസ് ചെയ്യാനും സെൽസിന് റിപ്പയർമെന്റ് നടത്താനും സെൽസിന് റീപ്ലേസ്മെന്റ് നടത്താനൊക്കെ നമുക്ക് റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞൊരു പേര് കൊടുക്കാം. സെക്കൻഡ് ആണ് പ്രൊഡക്ഷൻ ഓഫ് ന്യൂ ഇൻഡിവിജ്വൽ അല്ലെ, പുതിയൊരു ജനറേഷനെ പ്രൊഡ്യൂസ് ചെയ്തതിന് നമ്മൾ റീപ്രൊഡക്ഷൻ എന്നാണ് പറയുന്നത്. ഒരു വ്യത്യാസം എന്ന് പറയുന്നത് പുതിയ സെൽസ് ഫോം ചെയ്യണമെങ്കിൽ നമുക്ക് സെൽ ഡിവിഷൻസ് വഴി പുതിയ പുതിയ സെൽസ് ഫോം ചെയ്യാൻ പറ്റും. ഈ സെക്കൻഡ് അതായത് ന്യൂ ഇൻഡിവിജ്വൽ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് നടക്കണം അല്ലേ. പുതിയ ഇൻഡിവിജ്വൽ രൂപീകരിക്കണമെങ്കിൽ ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് ഉണ്ടാകും. ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഓവവും സ്പേമും കൂടി കമ്പൈൻ ചെയ്ത് സൈഗോട്ടായിട്ട് മാറിയിട്ട് അതിന് നമ്മൾ റിപ്പീറ്റഡ് സെൽ ഡിവിഷൻസ് നടന്നിട്ടാണ് നമുക്ക് ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നൊരു പ്രോസസ്സ് നടക്കുന്നത്. അപ്പോൾ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് നമ്മളെ ബോഡിയുടെ വൺ ഓഫ് ദി മെയിൻ ഇമ്പോർട്ടൻറ്റ് ബേസിക് കാര്യമാണ് അല്ലേ. റീപ്രൊഡക്ഷൻ ഉണ്ടായാൽ മാത്രമേ നമുക്ക് പുതിയ സെൽസ് രൂപീകരിക്കൂ, പുതിയ സെൽസ് ഫോം ചെയ്യൂ, പുതിയൊരു ജനറേഷൻ അല്ലെങ്കിൽ പുതിയൊരു ഇൻഡിവിജ്വലിനെ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. സോ ദിസ് ആർ ദി ബേസിക് ലൈഫ് പ്രോസസ് ദാറ്റ് നീഡ് ഫോർ അവർ ബോഡി. നെക്സ്റ്റ് വി ആർ മൂവിങ് ടു ഹോമിയോസ്റ്റാസിസ്. എന്താണ് ഹോമിയോസ്റ്റാസിസ്? ദ നെയിം ഇറ്റ്സെൽഫ് സേസ് അല്ലേ. ഹോമിയോ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സെയിം, ഒരേപോലെ അല്ലേ. ഹോമിയോ എന്നുള്ള മീനിങ് എന്ന് പറയുന്നത് ഒരേപോലെ, സ്റ്റാസിസ് എന്ന് പറയുന്നത് സ്റ്റാൻഡിങ് സ്റ്റിൽ. സോ ഇറ്റ് ഇസ് എ കണ്ടീഷൻ ഓഫ് ഇക്വിലിബ്രിയം ഓർ ബാലൻസ് ഇൻ ദ ബോഡീസ് ഇന്റേണൽ എൻവയോൺമെന്റ് ഡ്യൂ ടു ദ കോൺസ്റ്റന്റ് ഇന്ററാക്ഷൻ ഓഫ് ദ ബോഡീസ് മെനി റെഗുലേറ്ററി പ്രോസസ്. നമ്മുടെ ബോഡിയുടെ ഉള്ളിൽ ഒരുപാട് സിസ്റ്റംസ് ഉള്ളത് കൊണ്ട് ഒരുപാട് ഇൻട്രാക്ഷൻസും ഒരുപാട് റെഗുലേറ്ററി പ്രോസസ്സും കാര്യങ്ങളൊക്കെ നടക്കുന്നതാണ്. ഇന്റേണൽ എൻവയോൺമെന്റ് ഒരുപാട് ചേഞ്ചസ്, ഇൻക്രീസിങ് ഡിക്രീസിങ്, ഒരുപാട് കാര്യങ്ങൾ മാറി മറിയുന്നൊരു എൻവയോൺമെന്റ് ആണ് നമ്മുടെ ബോഡിയുടെ ഉള്ളിലുള്ള എൻവയോൺമെന്റ്. സോ ആ എൻവയോൺമെന്റിനെ ഒരു ഇക്വിലിബ്രിയം ബാലൻസ് ആയിട്ട് അല്ലെ, ഒരു ഇക്വിലിബ്രിയം സ്റ്റേറ്റിൽ ഒരു ബാലൻസ് കണ്ടീഷനിൽ മൂവ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആ ഒരു കണ്ടീഷനിൽ നിലനിർത്തുന്നതിൻ്റെ പേരാണ് ഹോമിയോസ്റ്റാസിസ്. ഒരേപോലെ നമ്മുടെ ബോഡീനെ കൊണ്ടുപോകുക, ഒരേ കണ്ടീഷനിൽ നമ്മുടെ ബോഡീനെ റെഗുലേറ്റ് ചെയ്യുന്ന ആ ഒരു കണ്ടീഷൻ്റെ പേരാണ് ഹോമിയോസ്റ്റാസിസ് എന്ന് പറയുന്നത്. ഹോമിയോസ്റ്റാസിസിൻ്റെ ഫങ്ഷൻസ് എന്ന് പറയുമ്പോൾ ഇറ്റ് മെയിൻറ്റെയിൻസ് ദ വോളിയം ആൻഡ് കോമ്പോസിഷൻ ഓഫ് ദ ബോഡി ഫ്ലൂയിഡ്സ്. നമ്മുടെ ബോഡിയിലുള്ളിലുള്ള ബോഡി ഫ്ലൂയിഡ്സിൻ്റെ വോളിയം കോമ്പോസിഷനും മെയിൻറ്റെയിൻ ചെയ്യും. ഇറ്റ് ഡൈല്യൂട്ട് ദ വാട്ടറി സൊല്യൂഷൻസ് കണ്ടെയ്നിങ് ഡിസോൾഡ് കെമിക്കൽസ്. അതായത് നമ്മൾ സെൽസിൻ്റെ ഉള്ളിലുള്ള അല്ലെങ്കിൽ സെൽസിന് ചുറ്റുമുള്ള ഡിസോൾഡ് കെമിക്കൽസ് അടങ്ങിയിട്ടുള്ള വാട്ടറി സൊല്യൂഷൻസിനെ ഡൈല്യൂട്ട് ചെയ്യാൻ സഹായിക്കും. ഇതാണ് ഹോമിയോസ്റ്റാസിസിൻ്റെ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. നമ്മൾ ബോഡി ഫ്ലൂയിഡ്സിൻ്റെ വോളിയം കോമ്പോസിഷനും മെയിൻറ്റെയിൻ ചെയ്യും, അതുപോലെ തന്നെ കെമിക്കൽസ് ഡിസോൾഡ് ആയിട്ടുള്ള വാട്ടറി സൊല്യൂഷൻസിനെ ഡൈല്യൂട്ട് ചെയ്ത് കൂടുതൽ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ സ്മൂത്ത് കണ്ടീഷനിൽ കൊണ്ടുപോകുന്നതാണ് ഹോമിയോസ്റ്റാസിസിൻ്റെ ഫങ്ഷൻസ്. ഇനി നമ്മൾ ബോഡി ഫ്ലൂയിഡ്സ് എന്ന് പറഞ്ഞു. എന്തൊക്കെ തരം ബോഡി ഫ്ലൂയിഡ്സ് ആണ് നമ്മളെ ബോഡിയിലുള്ളത് നമുക്കറിയില്ല. സോ ഫ്ലൂയിഡ് വിത്തിൻ ദ സെൽസിൻ്റെ ഉള്ളിലുള്ള ഫ്ലൂയിഡ്സിനെ നമ്മൾ ഇൻട്രാ സെല്ലുലാർ ഫ്ലൂയിഡ്സ് എന്നും സെൽസിൻ്റെ പുറത്തുള്ള ഫ്ലൂയിഡ്സിനെ നമ്മൾ എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ്സ് എന്നും പറയുന്നു അല്ലേ. സെൽസിൻ്റെ ഉള്ളിലുള്ള ഫ്ലൂയിഡ്സിനെ ഇൻട്രാ സെല്ലുലാർ ഫ്ലൂയിഡ്സ് എന്നും സെൽസിൻ്റെ പുറത്തുള്ള ഫ്ലൂയിഡ്സിനെ എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ്സ് എന്നാണ് പറയുന്നത്, ICF ആൻഡ് ECF. ഇനി ചില സെൽസ് അല്ലെങ്കിൽ ടിഷ്യൂസിൻ്റെ ഉള്ളിലുള്ള സെൽസിൻ്റെ ചില നാരോ സ്പേസസിൽ നമുക്ക് കുറച്ച് ഫ്ലൂയിഡ്സ് കാണാൻ പറ്റും. അതിന് പറയുന്ന പേരാണ് ഇൻ്റർസ്റ്റീഷ്യൽ ഫ്ലൂയിഡ്സ്. ടിഷ്യൂസിൻ്റെ ഉള്ളിലുള്ള ചില സെൽസിൻ്റെ നാരോ സ്പേസസിൽ കുറച്ച് ഫ്ലൂയിഡ്സ് ഫില്ല് ചെയ്ത് നിൽക്കുന്നത് കാണാം. അപ്പോൾ ആ ഫ്ലൂയിഡ്സിന് പറയുന്ന പേരാണ് ഇൻ്റർസ്റ്റീഷ്യൽ ഫ്ലൂയിഡ്സ്. അങ്ങനെ മൊത്തം 3 ടൈപ്സ് ഓഫ് ഫ്ലൂയിഡ്സ് അല്ലേ. ഇൻട്രാ സെല്ലുലാർ ഫ്ലൂയിഡ്സ് സെൽസിൻ്റെ ഉള്ളിൽ കാണുന്നത്, എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ്സ് സെൽസിൻ്റെ പുറത്ത് കാണുന്നത്, ഇൻ്റർസ്റ്റീഷ്യൽ ഫ്ലൂയിഡ്സ് ടിഷ്യൂസിൻ്റെ ഉള്ളിലുള്ള സെൽസിൻ്റെ ഇടയിലുള്ള ഫ്ലൂയിഡ്സിനാണ് നമ്മൾ ഇൻ്റർസ്റ്റീഷ്യൽ ഫ്ലൂയിഡ്സ് എന്ന് പറയുന്നത്. ഈ ഫ്ലൂയിഡ്സ് ഓരോ ഓർഗൻസിലെത്തുമ്പോഴും ഓരോ ടേംസ് ആണ് വരുന്നത് അല്ലേ. ഫോർ എക്സാമ്പിൾ ബ്ലഡ് വെസൽസിലുള്ള എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ്സിനെ നമ്മൾ ബ്ലഡ് പ്ലാസ്മ എന്നാണ് പറയുന്നത്. ലിംഫാറ്റിക് വെസൽസിലാണ് അതുള്ളതെങ്കിൽ നമ്മൾ അതിൻ്റെ ലിംഫ് എന്ന് പറയുന്നു. ബ്രെയിൻ്റെയും സ്പൈനൽ കോഡിൻ്റെയും ഉള്ളിലും ചുറ്റുമുള്ള ഫ്ലൂയിഡ്സിനെ നമ്മൾ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്സ് അല്ലേ, CSF സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്സ് എന്ന് പറയുന്നു. ജോയിൻസിൻ്റെ ഇടയിലുള്ള ഫ്ലൂയിഡ്സ് ആണെങ്കിൽ സൈനോവിയൽ ഫ്ലൂയിഡ്സ് എന്നാണ് പറയുന്നത്. ഇനി ഐസിലുള്ള ECF ആണെങ്കിലോ, ഐസിലാണ് എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ്സ് എങ്കിൽ അതിൻ്റെ പേരാണ് എക്വസ് ഹ്യൂമർ ആൻഡ് വിട്രസ് ബോഡി. ഈ ഒരു ഫ്ലൂയിഡ്സിൻ്റെ അതായത് ബോഡി സെൽസ് പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യണമെങ്കിൽ ദിസ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി റെഗുലേഷൻ ആൻഡ് കോമ്പോസിഷൻ ഓഫ് ദി
interstitial fluids surrounding them. ഓരോ സെൽസിൻ്റെ ചുറ്റുമുള്ള ഇൻറ്റർസ്റ്റീഷ്യൽ ഫ്ലൂയിഡ്സിനെ പ്രോപ്പർ കണ്ടീഷനിൽ റെഗുലേറ്റ് ചെയ്യാനും പ്രോപ്പർ കോമ്പോസിഷനിൽ അതിനെ മെയിൻറ്റെയിൻ ചെയ്യാനും പറ്റിയെങ്കിൽ മാത്രമേ നമ്മളെ ബോഡി സെൽസ് പ്രോപ്പർ ഫങ്ഷനിങ് ചെയ്യാറുള്ളൂ. മനസ്സിലായോ? നമ്മളെ ബോഡി സെൽസ് കറക്റ്റ് കണ്ടീഷനിൽ ഫങ്ഷൻ ചെയ്യണമെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ബോഡി ഫ്ലൂയിഡ്സ് കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്ത് അളവുകളൊന്നും വ്യത്യാസമില്ലാതെ കോമ്പോസിഷനൊക്കെ കറക്റ്റ് ആയിരിക്കണം, വോളിയം കറക്റ്റ് ആയിരിക്കണം, അതിൻ്റെ ഫങ്ഷൻസ് കറക്റ്റ് ആയിരിക്കണം. ഇത്രയും കാര്യങ്ങൾ കൺട്രോൾ ചെയ്ത് റെഗുലേറ്റ് ചെയ്ത് പോയാൽ മാത്രമേ നമ്മളെ ബോഡി സെൽസ് അതാത് ഫങ്ഷൻസ് കാണിക്കുകയുള്ളൂ. നെക്സ്റ്റ് വൺ ഈസ് കൺട്രോൾ ഓഫ് ഹോമിയോസ്റ്റാസിസ്. ഹോമിയോസ്റ്റാസിസ് എപ്പോഴും നമ്മുടെ ബോഡിയിൽ കൺട്രോൾ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ചില സമയങ്ങളിൽ ഡിസ്റ്റർബൻസ് ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട്. ചില ഡിസ്റ്റർബൻസസ് മൈൽഡ് ആയിരിക്കും, ടെമ്പററി ആയിരിക്കും. അത് നമ്മളെ തന്നെ സെൽസ് ക്വിക്ക്ലി റീസ്റ്റോർ ചെയ്ത് ബാലൻസ് ചെയ്ത് കറക്റ്റ് രീതിയിൽ റെസ്പോണ്ട് ചെയ്ത് അതിനെ നമുക്ക് ഇക്വിലിബ്രിയം ആക്കി മാറ്റാൻ പറ്റും. പക്ഷെ ചില കേസസിൽ ഇൻറ്റൻസ് ആയിട്ടുള്ള ഡിസ്ട്രക്ഷൻസ് ആണ് വരുന്നുണ്ടാവുക. ലൈക്ക് പോയ്സണിങ് കേസസിൽ, ടെമ്പറേച്ചർ ഓവർ എക്സ്പോഷർ ടു ടെമ്പറേച്ചേഴ്സ്, സിവിയർ ഇൻഫെക്ഷൻസ് വരുമ്പം, മേജർ സർജറീസ് ഒക്കെ വരുമ്പം നമ്മളെ ഹോമിയോസ്റ്റാസിസ് ഇംബാലൻസ് ആയി കംപ്ലീറ്റ്ലി ഡിസ്റ്റർബ്ഡ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. സോ നമ്മളെ ബോഡി അത് റെഗുലേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് റെഗുലേറ്റിംഗ് സിസ്റ്റംസ് ഉണ്ടാവും, അല്ലേ? നമ്മളെ ബാലൻസ്, നമ്മളെ കറക്റ്റ് ഇക്വിലിബ്രിയം ബാലൻസിലേക്ക് നമ്മളെ ബോഡീനെ ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റിൽ കൊണ്ടുവരണമെങ്കിൽ നമുക്ക് റെഗുലേറ്റിംഗ് സിസ്റ്റംസ് നമ്മുടെ ബോഡിയിലുണ്ട്. അങ്ങനെ 2 ടൈപ്സ് ഓഫ് റെഗുലേറ്റിംഗ് സിസ്റ്റംസ് ആണ് നെർവസ് സിസ്റ്റം ആൻഡ് എൻഡോക്രൈൻ സിസ്റ്റം. ഈ നെർവസ് സിസ്റ്റവും എൻഡോക്രൈൻ സിസ്റ്റവും ടുഗദർലി വർക്ക് ചെയ്തിട്ടാണ് കറക്റ്റായിട്ട് മെഷേഴ്സ് ഒക്കെ എടുത്ത് നമ്മുടെ ബോഡീനെ ബാലൻസ് ചെയ്ത് തിരിച്ച് നോർമൽ കണ്ടീഷനിലേക്ക് കൊണ്ടുവരുന്നത്. ആരൊക്കെയാണ്? നെർവസ് സിസ്റ്റവും അതുപോലെ തന്നെ എൻഡോക്രൈൻ സിസ്റ്റവും. സോ ഈ നെർവസ് സിസ്റ്റത്തിൻ്റെയും എൻഡോക്രൈൻ സിസ്റ്റത്തിൻ്റെ ഫങ്ഷൻസ് പറഞ്ഞാൽ, നെർവസ് സിസ്റ്റം റെഗുലേറ്റ്സ് ഹോമിയോസ്റ്റാസിസ് ബൈ സെൻഡിങ് ഇലക്ട്രിക്കൽ സിഗ്നൽസ്. നമ്മൾ മുന്നേ ബോഡി സിസ്റ്റത്തിൽ പറഞ്ഞു, നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത് അവർ മെസ്സേജസ് കൈമാറുന്നതും അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും ഇലക്ട്രിക്കൽ സിഗ്നൽസ് എന്ന് പറയുന്ന ഒരു സെൻഡിങ് സിഗ്നൽസ് വഴിയാണ്. ലൈക്ക് നെർവ് ഇമ്പൾസസ് ഓർ ആക്ഷൻ പൊട്ടൻഷ്യൽ. ഒന്നിക്കൽ നെർവ് ഇമ്പൾസസ് ജനറേറ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ആക്ഷൻ പൊട്ടൻഷ്യൽ ജനറേറ്റ് ചെയ്തിട്ടോ ആണ് നെർവസ് സിസ്റ്റം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. സോ ഈ നെർവസ് സിസ്റ്റം ഇലക്ട്രിക്കൽ സിഗ്നൽസ് നെർവ് ഇമ്പൾസസ് വഴിയോ അല്ലെങ്കിൽ ആക്ഷൻ പൊട്ടൻഷ്യൽ വഴിയോ ഓർഗൻസിലേക്ക് എത്തിക്കും. ഈ ഓർഗൻസ് ആ കാര്യങ്ങൾ മെസ്സേജസ് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ കൗണ്ടറാക്ട് ചെയ്ത് നമ്മുടെ ബോഡിയിൽ ചേഞ്ചസ് ഒക്കെ വരുത്തി ബാലൻസ് സ്റ്റേറ്റിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. എൻഡോക്രൈൻ സിസ്റ്റത്തിലാണെങ്കിൽ ഒരുപാട് ഗ്ലാൻസ് ഉണ്ട്. അപ്പോൾ ആ ഗ്ലാൻസ് സെക്രീറ്റ് ചെയ്യുന്ന മെസ്സഞ്ചർ മോളിക്യൂൾസ് ആണ് ഹോർമോൺസ്. നമ്മളെ എൻഡോക്രൈൻ സിസ്റ്റത്തിൽ ഒരുപാട് ഗ്ലാൻസ് പ്രസൻ്റ് ആണ്. ആ ഗ്ലാൻസിൻ്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത് മെസ്സഞ്ചർ മോളിക്യൂൾസ് ലൈക്ക് ഹോർമോൺസ്. അതിന് പറയുന്ന പേരാണ് ഹോർമോൺസ്. ഹോർമോൺസിനെ സെക്രീറ്റ് ചെയ്ത് ബ്ലഡിലേക്ക് സെക്രീറ്റ് ചെയ്ത് ആ ബ്ലഡ് എല്ലാ ഓർഗൻസിലേക്കും എത്തി മെസ്സേജസ് പാസ് ചെയ്ത് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് ചേഞ്ചസ് ഒക്കെ ചെയ്ത് നോർമൽ കണ്ടീഷനിലേക്ക് നമ്മളെ ബോഡീനെ കൊണ്ടുവരും. അങ്ങനെ 2 രീതിയിലാണ് ഹോമിയോസ്റ്റാസിസ് കൺട്രോൾ ചെയ്യുന്നത്. നമ്മുടെ ബോഡി ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റ് അങ്ങനെ റെഗുലേറ്റ് ചെയ്യണമെങ്കിൽ ഒരു ഫീഡ്ബാക്ക് സിസ്റ്റം ഉണ്ട്. ഒരുപാട് ഫീഡ്ബാക്ക് സിസ്റ്റം വഴിയാണ് നമ്മളെ ബോഡി നമ്മളെ ഹോമിയോസ്റ്റാസിസ് കൺട്രോൾ ചെയ്ത് നമ്മളെ ബോഡീനെ ഇക്വിലിബ്രിയം ബാലൻസിലേക്ക് നമ്മളെ ബോഡീനെ എത്തിക്കുന്നത്. അങ്ങനെ എത്തിക്കണമെങ്കിൽ ഒരുപാട് ഫീഡ്ബാക്ക് സിസ്റ്റം വഴിയാണ് ബോഡി അതിനെ റെഗുലേറ്റ് ചെയ്യുന്നത്. സോ ഈ ഫീഡ്ബാക്ക് സിസ്റ്റം ഓർ ഫീഡ്ബാക്ക് ലൂപ്പ് ഈസ് എ സൈക്കിൾ ഓഫ് ഇവൻറ്റ്സ് ഇൻ വിച്ച് ദ സ്റ്റാറ്റസ് ഓഫ് എ ബോഡി കണ്ടീഷൻ ഈസ് മോണിറ്റേർഡ്, ഇവാലുവേറ്റഡ്, ചേഞ്ച്ഡ്, റീമോണിറ്റേർഡ് ആൻഡ് റീഇവാലുവേറ്റഡ്. എന്താ ഫീഡ്ബാക്ക് സിസ്റ്റം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഫീഡ്ബാക്ക് ലൂപ്പ് എന്ന് പറഞ്ഞാൽ അതൊരു സൈക്കിൾ ഓഫ് ഇവൻറ്റ്സ് ആണ്, അല്ലേ? എന്തെങ്കിലും ചേഞ്ചസ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ബോഡി കണ്ടീഷനെ അവർ മോണിറ്റർ ചെയ്യും, ഇവാലുവേറ്റ് ചെയ്യും, ചേഞ്ചസ് മാറ്റി നോർമൽ കണ്ടീഷനിലേക്ക് കൊണ്ടുവരും, വീണ്ടും റീമോണിറ്റർ ചെയ്യും, വീണ്ടും റീഇവാലുവേറ്റ് ചെയ്യും. അപ്പോൾ കറക്റ്റ് ആണെങ്കിൽ അവരവിടെ സ്റ്റോപ്പ് ചെയ്യും. ഇതാണ് ഫീഡ്ബാക്ക് സിസ്റ്റം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ഫീഡ്ബാക്ക് സിസ്റ്റം നടത്തണമെങ്കിൽ മെയിനായിട്ടും 3 ബേസിക് കോമ്പണൻസ് ആണ് അവർക്ക് വേണ്ടത്. ഏതൊക്കെയാണ്? ഒരു റിസപ്റ്റർ വേണം, ഒരു കൺട്രോൾ സെൻറ്റർ വേണം, ഒരു ഇഫക്റ്റർ വേണം. 3 കാര്യങ്ങളാണ് ഫീഡ്ബാക്ക് സിസ്റ്റത്തിന് വേണ്ടത്. ഒരു ഫീഡ്ബാക്ക് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയുടെ ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റിനെ റെഗുലേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഫീഡ്ബാക്ക് സിസ്റ്റം വേണം. ഫീഡ്ബാക്ക് സിസ്റ്റം എന്ന് പറയുമ്പോൾ നമ്മുടെ ബോഡി കണ്ടീഷൻസിനെ മോണിറ്റർ ചെയ്ത് ഇവാലുവേറ്റ് ചെയ്ത് എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ ആ ചേഞ്ചസൊക്കെ മാറ്റി നോർമൽ കണ്ടീഷനിലേക്ക് കൊണ്ടുവന്നു,
വീണ്ടും റീമോണിറ്റർ ചെയ്തു, റീവാലിഡേറ്റ് ചെയ്യുക. ആ ഒരു സൈക്കിൾ ഓഫ് ഇവൻറ്റ്സിനാണ് നമ്മൾ ഫീഡ്ബാക്ക് സിസ്റ്റം എന്ന് പറയുന്നത്. അങ്ങനെ ഫീഡ്ബാക്ക് സിസ്റ്റം നടത്തണമെങ്കിൽ ഫീഡ്ബാക്ക് സിസ്റ്റത്തിന് കുറച്ച് ആൾക്കാരെ വേണം അല്ലേ. 3 ബേസിക് കോമ്പണൻസ് ആണ് അവർക്ക് ആവശ്യമായിട്ടുള്ളത്. ഒന്ന് റിസപ്റ്റർ, ഒരു കൺട്രോൾ സെൻറ്റർ, അതുപോലെ തന്നെ ഒരു ഇഫക്റ്റർ. ഈ 3 ആൾക്കാരുണ്ടെങ്കിൽ മാത്രമേ അവർക്ക് ഫീഡ്ബാക്ക് സിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റൂ. സോ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എ റിസപ്റ്റർ. റിസപ്റ്റർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ബോഡി സ്ട്രക്ചർ ദാറ്റ് മോണിറ്റേഴ്സ് ചേഞ്ചസ് ഇൻ എ കൺട്രോൾഡ് കണ്ടീഷൻ ആൻഡ് സെൻസ് ഇൻപുട്ട് ടു എ കൺട്രോൾ സെൻറ്റർ. നമ്മുടെ ബോഡിയിൽ എന്തൊക്കെ ചേഞ്ചസ് ഉണ്ട്, അല്ലെങ്കിൽ കൺട്രോൾഡ് കണ്ടീഷനിൽ തന്നെയാണോ, എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടോ, ചേഞ്ചസ് കൂടുതലാണോ കുറവാണോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് അത് കൺട്രോൾ സെൻറ്ററിലേക്ക് ആ മെസ്സേജ് പാസ് ചെയ്യുന്നതിന് നമ്മൾ റിസപ്റ്റർ എന്ന് പറയും. അതൊരു ബോഡി സ്ട്രക്ചറാണ് അല്ലേ. ബോഡി സ്ട്രക്ചർ ദാറ്റ് മോണിറ്റർ ദി ചേഞ്ചസ് ഇൻ എ കൺട്രോൾഡ് കണ്ടീഷൻ. നമ്മുടെ ബോഡിയിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടോ എന്ന് മോണിറ്റർ ചെയ്യുകയാണ് റിസപ്റ്ററിൻ്റെ മെയിൻ ഫംഗ്ഷൻ. അങ്ങനെ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ ആ മെസ്സേജസ് കൺട്രോൾ സെൻറ്ററിലേക്ക് എത്തിക്കുന്നതാണ് അതിൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഈ ഒരു പാത്വേനെ നമ്മൾ എഫറൻറ്റ് പാത്വേ എന്ന് പറയും. ആൻഡ് ദിസ് ഇൻപുട്ട് ഈസ് ഇൻ ദ ഫോം ഓഫ് നെർവ് ഇമ്പൾസസ് ഓർ കെമിക്കൽ സിഗ്നൽസ്. ഒന്നിക്കൽ നെർവ് ഇമ്പൾസസിൻ്റെ രൂപത്തിലായിരിക്കും, അല്ലെങ്കിൽ കെമിക്കൽ സിഗ്നൽസിൻ്റെ രൂപത്തിലായിരിക്കും അവർ മെസ്സേജസ് കൺട്രോൾ സെൻറ്ററിലേക്ക് എത്തിക്കുന്നത്. എ കൺട്രോൾ സെൻറ്റർ ഇൻ ദ ബോഡി ഇസ് ദ ബ്രെയിൻ അല്ലേ. കൺട്രോൾ സെൻറ്റർ എന്ന് പറയുന്നത് ബ്രെയിൻ ആണ്. ഇറ്റ് സെറ്റ്സ് ദ റേഞ്ച് ഓഫ് വാല്യൂസ് വിത്തിൻ വിച്ച് എ കൺട്രോൾഡ് കണ്ടീഷൻ ഷുഡ് ബി മെയിൻറ്റെയിൻ. നമ്മുടെ ബോഡിയിൽ ഓരോന്നിനും ഒരു റേഞ്ച് ഓഫ് വാല്യൂസ് ഉണ്ട് അല്ലേ. ഇപ്പോൾ ഷുഗർ ലെവലാണെങ്കിൽ ഇത്രയേ പാടുള്ളൂ, കൊളസ്ട്രോൾ ലെവലാണെങ്കിൽ ഇത്രയേ പാടുള്ളൂ, പ്ലാസ്മ ലെവലാണെങ്കിൽ ഇത്രയേ പാടുള്ളൂ, വൈറ്റ് ബ്ലഡ് സെൽസിൻ്റെ കൗണ്ട് ഇത്രയേ നമ്മുടെ ബോഡിയിൽ ഉണ്ടാവാൻ പാടുള്ളൂ, റെഡ് ബ്ലഡ് സെൽസ് ഇത്രയേ പാടുള്ളൂ, പ്ലേറ്റ്ലെറ്റ്സ് ഇത്രയേ അതിൻ്റെ ലിമിറ്റേഷൻസ്. അങ്ങനെ ഓരോന്നിനും അതാത് റേഞ്ച് ഓഫ് വാല്യൂസ് നമ്മളെ ബോഡി സെറ്റ് ചെയ്തിട്ടുണ്ടാവും. ആ കൺട്രോൾഡ് കണ്ടീഷൻ അല്ലാതെ വേറെ എന്തെങ്കിലും ചേഞ്ചസ് വന്നാലാണ് നമ്മൾ റിസപ്റ്റേഴ്സ് കൺട്രോൾ സെൻറ്ററിലേക്ക് മെസ്സേജസ് നെർവ് ഇമ്പൾസസ് ആയിട്ടോ കെമിക്കൽ സിഗ്നൽസ് ആയിട്ടോ സെൻഡ് ചെയ്യുന്നത്. അപ്പോൾ കൺട്രോൾ സെൻറ്ററിൽ അത് എത്തിക്കഴിഞ്ഞു, ബ്രെയിൻ കാര്യങ്ങളൊക്കെ നോക്കും, കൺട്രോൾഡ് കണ്ടീഷനിലാണോ നമ്മളെ റേഞ്ചസ് ഉള്ളത്, കൂടുതലാണോ കുറവാണോ, അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ഔട്ട്പുട്ടായിട്ട് ജനറേറ്റ് ചെയ്ത് അവർ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു പാത്വേന് പറയുന്ന പേരാണ് ഇഫറൻറ്റ് പാത്വേ. അങ്ങനെ കൺട്രോൾ സെൻറ്ററിൽ നിന്ന് ഒരു ഔട്ട്പുട്ട് സിഗ്നൽസ് പുറത്തേക്ക് വന്നു, അത് സ്വീകരിക്കുന്ന ആൾക്കാരാണ് ഇഫക്റ്റേഴ്സ്. ഇഫക്റ്റേഴ്സ് ആർ ദ ബോഡി സ്ട്രക്ചേഴ്സ് ദാറ്റ് റിസീവ്സ് ഔട്ട്പുട്ട് ഫ്രം ദ കൺട്രോൾ സെൻറ്റർ ആൻഡ് പ്രൊഡ്യൂസേഴ്സ് എ റെസ്പോൺസ് ഓർ ഇഫക്റ്റ് ദാറ്റ് ചേഞ്ചസ് ദി കൺട്രോൾഡ് കണ്ടീഷൻ. അങ്ങനെ മെസ്സേജസ് ഇഫക്റ്റർ സെൽസ് ഏറ്റുവാങ്ങി റിസീവ് ചെയ്തു, അവരെന്ത് ചെയ്തു, എന്തെങ്കിലും എന്താണോ കൺട്രോൾ സെൻറ്റർ തന്ന മെസ്സേജസ് അതിന് കറക്റ്റായിട്ട് അവർ റെസ്പോണ്ട് ചെയ്യും. കൺട്രോൾഡ് കണ്ടീഷൻസിൽ മാറ്റങ്ങളൊക്കെ എല്ലാം ക്ലിയറായി ഹോമിയോസ്റ്റാസ് അല്ലെങ്കിൽ ബാലൻസ് കണ്ടീഷനിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നവരാണ് ഇഫക്റ്റർ സെൽസ് എന്ന് പറയുന്നത്. എല്ലാ ബോഡി ടിഷ്യൂസും എല്ലാ ഓർഗൻസും ഇഫക്റ്ററായിട്ട് ബിഹേവ് ചെയ്യാറുണ്ട്. കൈ ആയിക്കോട്ടെ, കാലായിക്കോട്ടെ, എല്ലാ സിസ്റ്റംസും ഇഫക്റ്റർ സിസ്റ്റംസ് ആയിട്ട് നമുക്ക് ഫങ്ഷൻ ചെയ്യാറുണ്ട്. ഇതൊരു നോർമൽ കണ്ടീഷനിൽ ഉണ്ടാവുന്ന ഫീഡ്ബാക്ക് സിസ്റ്റമാണ് പറയുന്നത്. എന്തെങ്കിലും ചേഞ്ചസ് കാരണം, എന്തെങ്കിലും ഒരു സ്റ്റിമുലസ് കാരണം നമ്മൾ ഹോമിയോസ്റ്റാസിസ് ഡിസ്റ്റർബ്ഡ് ആയി, ഏതർ ഇൻക്രീസിങ് ഓർ ഡിക്രീസിങ്, ഒന്നിക്കൽ കുറയുകയാണ് അല്ലെങ്കിൽ ഒന്നിക്കൽ കൂടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ഹോമിയോസ്റ്റാസിസ് ഡിസ്റ്റർബ്ഡായി കിടക്കുകയാണ്. അപ്പോൾ കൺട്രോൾഡ് കണ്ടീഷനിൽ അത് മാറ്റങ്ങൾ വന്നു അല്ലേ, ഇംബാലൻസ് വന്നു. കൺട്രോൾഡ് കണ്ടീഷനിൽ ഇംബാലൻസ് വന്നു. ആൻഡ് ദിസ് ഈസ് മോണിറ്റേർഡ് ബൈ റിസപ്റ്റേഴ്സ് നെർവ് ഇമ്പൾസസ് ആയിട്ടോ കെമിക്കൽ സിഗ്നൽസ് ആയിട്ടോ ഇൻപുട്ട് നേരെ കൺട്രോൾ സെൻറ്റർ അല്ലെങ്കിൽ മെസ്സേജസ് നേരെ കൺട്രോൾ സെൻറ്ററിലേക്ക് കൊടുത്തു. കൺട്രോൾ സെൻറ്റർ അത് മനസ്സിലാക്കി ചേഞ്ചസ് ഉണ്ടോ, നോർമൽ കണ്ടീഷൻ ആണോ, വാല്യൂസിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടോ എന്നൊക്കെ നോക്കി മെസ്സേജസ് ഔട്ട്പുട്ടായിട്ട് ഇഫക്റ്റർ സെൽസിലേക്ക് കൊടുത്തു. ഇഫക്റ്റേഴ്സ് ആ മെസ്സേജസ് റിസീവ് ചെയ്ത് വേണ്ട കാര്യങ്ങളൊക്കെ എടുത്തു, ചേഞ്ചസ് ഒക്കെ മാറ്റം വരുത്തി പുതിയ നോർമൽ കണ്ടീഷനിലേക്ക് റെസ്പോൺസ് ആയിട്ട് അവർ കൊടുത്തു. തിരിച്ച് കൺട്രോൾഡ് കണ്ടീഷനിലേക്ക് നമ്മളെ ബോഡി റിട്ടേൺ ചെയ്തു, ഹോമിയോസ്റ്റാസിസ് അവിടെ മെയിൻറ്റെയിൻ ചെയ്തു. ഈ ഒരു ഫീഡ്ബാക്ക് സൈക്കിളാണ് ഇവിടെ നമ്മുടെ ബോഡിയിൽ നടക്കുന്നത്. അങ്ങനെ ഒരു ഫീഡ്ബാക്ക് സിസ്റ്റത്തിൽ നെഗറ്റീവ് ഫീഡ്ബാക്കും ഉണ്ടാവും, പോസിറ്റീവ് ഫീഡ്ബാക്കും ഉണ്ടാവും അല്ലേ. കൺട്രോൾഡ് കണ്ടീഷൻസിൽ ചേഞ്ചസ് വരുത്തണമെങ്കിൽ ഏതർ നെഗറ്റീവ് ഫീഡ്ബാക്ക് അല്ലെങ്കിൽ പോസിറ്റീവ് ഫീഡ്ബാക്ക് ഉണ്ടാവണം. അതായത് നെഗറ്റീവ് ഫീഡ്ബാക്ക് എന്ന് പറയുമ്പോൾ അതിനെ നെഗേഷ്യേറ്റ് ചെയ്യണം അല്ലേ, നെഗേറ്റിംഗ് ചെയ്യുന്നതായിരിക്കണം നെഗറ്റീവ് ഫീഡ്ബാക്ക്. പോസിറ്റീവ് ഫീഡ്ബാക്ക് എന്ന് പറയുമ്പോൾ ആ കൺട്രോൾഡ് കണ്ടീഷൻ ഉണ്ടാകുന്ന ചേഞ്ചസിനെ എൻഹാൻസ് ചെയ്യുന്ന ഫീഡ്ബാക്ക് ആയിരിക്കണം
പോസിറ്റീവ് ഫീഡ്ബാക്ക്. ഇങ്ങനെ 2 ടൈപ്സ് ഓഫ് ഫീഡ്ബാക്സ് ആണ് നമ്മുടെ ബോഡിയിലുള്ളത്. നെഗറ്റീവ് ഫീഡ്ബാക്ക് സിസ്റ്റം ഉണ്ട്, പോസിറ്റീവ് ഫീഡ്ബാക്ക് സിസ്റ്റം ഉണ്ട്. നെഗറ്റീവ് ഫീഡ്ബാക്ക് സിസ്റ്റം റിവേഴ്സസ് എ ചേഞ്ച് ഇൻ എ കൺട്രോൾഡ് കണ്ടീഷൻ, അല്ലെ? ആ കൺട്രോൾഡ് കണ്ടീഷൻ ഉണ്ടാകുന്ന ചേഞ്ചസിനെ റിവേഴ്സ് ചെയ്ത് കൊണ്ടുവരുന്നതാണ് നെഗറ്റീവ് ഫീഡ്ബാക്ക് സിസ്റ്റം. പോസിറ്റീവ് ഫീഡ്ബാക്ക് സിസ്റ്റം എന്ന് പറയുമ്പോൾ എൻഹാൻസ് ചെയ്യുക, ആ ഉണ്ടായിരിക്കുന്ന ചേഞ്ചസിനെ കുറച്ചുകൂടി സ്ട്രെങ്തൻ ചെയ്ത് നമ്മുടെ ബോഡി കൺട്രോൾ കണ്ടീഷൻസിനെ ബാലൻസ് ചെയ്ത് വരുന്നതാണ് പോസിറ്റീവ് ഫീഡ്ബാക്ക് സിസ്റ്റം എന്ന് പറയുന്നത്. ഇതാ ഫോർ എക്സാമ്പിൾ നെഗറ്റീവ് ഫീഡ്ബാക്ക് സിസ്റ്റമാണ് പറയുന്നത്. ചില സ്റ്റിമുലസ് കാരണം ഹോമിയോസ്റ്റാസിസ് ഡിസ്റ്റർബ്ഡ് ആയി. ദിസ് മേ കോസ് ഇൻക്രീസിങ് ഇൻ ദി ബ്ലഡ് പ്രഷർ, നമ്മളെ ബ്ലഡ് പ്രഷർ അല്ലെങ്കിൽ BP കൂടാൻ കാരണമായി. അപ്പോൾ റിസപ്റ്റേഴ്സ് ആരൊക്കെയാ? നമ്മൾ BP കൂടാനുള്ള കാരണങ്ങൾ മനസ്സിലാക്കുന്ന റിസപ്റ്റേഴ്സാണ് ബാരോ റിസപ്റ്റേഴ്സ്. ബ്ലഡ് വെസൽസിലുള്ള റിസപ്റ്റേഴ്സാണ് ബാരോ റിസപ്റ്റേഴ്സ്. അപ്പോൾ BP കൂടിയത് ബാരോ റിസപ്റ്റേഴ്സ് മനസ്സിലാക്കി കൺട്രോൾ സെൻറ്ററായ ബ്രെയിനിലേക്ക് അവർ മെസ്സേജസ് പാസ് ചെയ്തു. ബ്രെയിൻ ഈ ഒരു BP കൂടിയ കാര്യം മനസ്സിലാക്കിയിട്ട് വേണ്ട നെർവ് ഇമ്പൾസസ് ഇഫക്റ്റർ സെൽസിലേക്ക് പാസ് ചെയ്തു. ഇവിടെ ഇഫക്റ്റർ സെൽസ് എന്ന് പറയുന്നത് ഹാർട്ടും ബ്ലഡ് വെസൽസുമാണ്. അപ്പോൾ കറക്റ്റ് മെസ്സേജസ് ഹാർട്ടിനും ബ്ലഡ് വെസൽസിനും കിട്ടി. ഹാർട്ട് എന്ത് ചെയ്തു? ഹാർട്ട് റേറ്റ് കുറച്ചു. ഹാർട്ട് റേറ്റ് കുറയുമ്പോൾ ബ്ലഡ് പ്രഷർ കുറയും. അപ്പോൾ നേരെ റിട്ടേൺ ടു നോർമൽ കണ്ടീഷൻ ഓഫ് BP. ഇതൊരു നെഗറ്റീവ് ഫീഡ്ബാക്ക് സിസ്റ്റമാണ്, അല്ലേ? അതായത് ചേഞ്ചസിനെ റിവേഴ്സ് ചെയ്ത് നോർമൽ കണ്ടീഷനിലേക്കാണ് അവർ കൊണ്ടുവന്നിരിക്കുന്നത്. സോ ദിസ് ഈസ് കോൾഡ് നെഗറ്റീവ് ഫീഡ്ബാക്ക് സിസ്റ്റം. ഒന്നുകൂടി പറഞ്ഞുതരാം. ചില സ്റ്റിമുലസ് കാരണം നമ്മൾ ഹോമിയോസ്റ്റാസിസിന് ഡിസ്റ്റർബൻസ് ഉണ്ടായി. ദിസ് മേ കോസ് ഇൻക്രീസ് ഇൻ ദ ബ്ലഡ് പ്രഷർ. സോ റിസപ്റ്റേഴ്സ്, ബാരോ റിസപ്റ്റേഴ്സ്, ബ്ലഡ് വെസൽസിലുള്ള ബാരോ റിസപ്റ്റേഴ്സ് അത് മനസ്സിലാക്കി മെസ്സേജ് നമ്മളെ കൺട്രോൾ സെൻറ്ററായ ബ്രെയിനിലേക്ക് സെൻഡ് ചെയ്തു. ബ്രെയിൻ അത് ആ ചേഞ്ചസ് മനസ്സിലാക്കി നെർവ് ഇമ്പൾസസ് ആയിട്ട് ഔട്ട്പുട്ട്, അല്ലേ, ഇഫക്റ്റർ സെൽസിലേക്ക് ഔട്ട്പുട്ട് മെസ്സേജസ് സെൻഡ് ചെയ്തു. ഇവിടെ ഇഫക്റ്റർ സെൽസ് എന്ന് പറയുന്നത് ഹാർട്ടും ബ്ലഡ് വെസൽസും. അപ്പോൾ ഹാർട്ട് എന്ത് ചെയ്തു? ഹാർട്ട് റേറ്റ് കുറച്ചു. ഹാർട്ട് റേറ്റ് കുറച്ചപ്പോൾ തനിയെ ബ്ലഡ് വെസൽസിലുള്ള ബ്ലഡ് പ്രഷർ കുറയാൻ തുടങ്ങി. ബ്ലഡ് പ്രഷർ നോർമൽ കണ്ടീഷനിലേക്ക് ഹോമിയോസ്റ്റാസിസ് ആയിട്ട് മാറി. ഇതാണ് നെഗറ്റീവ് ഫീഡ്ബാക്ക് സിസ്റ്റം എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ ഈസ് പോസിറ്റീവ് ഫീഡ്ബാക്ക് സിസ്റ്റം. അതായത് ഇവിടെ കേസ് എടുത്തിരിക്കുന്നത് ഡെലിവറി, അല്ലേ? ഡെലിവറിയാണ് ഇവിടെ കേസായിട്ട് എടുത്തിരിക്കുന്നത്. സോ നമ്മൾ യൂട്രസിൻ്റെ വോൾസ്, ഫോഴ്സ്ലി വോൾസ് കോൺട്രാക്ട് ചെയ്താൽ മാത്രമേ ബേബി പുറത്തേക്ക് വരും, അല്ലേ? ബേബിയുടെ ഹെഡ് അല്ലെങ്കിൽ ബോഡി സെർവിക്സ് വഴി പുറത്തേക്ക് വരും നമ്മളെ യൂട്രസിൻ്റെ വോൾസ് കോൺട്രാക്ട് ചെയ്താൽ. സോ ഈ ഒരു കോൺട്രാക്ഷൻ കൂടുമ്പോൾ നമ്മളെ നോർമൽ കൺട്രോൾഡ് കണ്ടീഷൻ അവിടെ മാറി, അല്ലേ? സെർവിക്സ് കൂടുതൽ സ്ട്രെച്ച് ചെയ്യാൻ തുടങ്ങി. സോ സെർവിക്സ് സ്ട്രെച്ച് ചെയ്യുമ്പം അവിടെയുള്ള റിസപ്റ്റേഴ്സ് അത് മനസ്സിലാക്കി. ആ റിസപ്റ്റേഴ്സ് ബ്രെയിൻ, കൺട്രോൾ സെൻറ്റർ ആയിട്ടുള്ള ബ്രെയിനിലേക്ക് നെർവ് ഇമ്പൾസസ് അല്ലെങ്കിൽ മെസ്സേജസ് പാസ് ചെയ്തു. ബ്രെയിൻ മനസ്സിലാക്കി നമ്മളെ ബോഡി യൂട്രസ് കുറച്ചുകൂടി ഫോഴ്സ് ഓഫ് കോൺട്രാക്ഷൻസ് കൊടുത്താൽ മാത്രമേ നമ്മളെ സെർവിക്സ് കുറച്ചുകൂടി സ്ട്രെച്ച് ആവും, ബേബി പുറത്തേക്ക് വരും. അപ്പോൾ ബ്രെയിൻ എന്ത് ചെയ്യും? കൂടുതൽ ഓക്സിറ്റോസിൻ റിലീസ് ചെയ്യാൻ സഹായിക്കും. ബ്രെയിന് കൂടുതൽ ഓക്സിറ്റോസിൻ റിലീസ് ചെയ്യും. അപ്പോൾ ഈ ഓക്സിറ്റോസിൻ എന്ത് ചെയ്യും? എഫക്റ്റർ സെൽസ്, അല്ലേ? ഇവിടെ എഫക്റ്റർ സെൽസ് ആയിട്ടുള്ളത് യൂട്രസിൻ്റെ വോൾസിലുള്ള മസിൽസ് ആണ്. അപ്പോൾ ഓക്സിറ്റോസിൻ റിലീസ് ചെയ്ത് എഫക്റ്റർ സെൽസിലേക്ക് മെസ്സേജ് പോകും. ആ മസിൽസ് എന്ത് ചെയ്യും? കൂടുതൽ കോൺട്രാക്ഷൻ സംഭവിക്കും, പോസിബിളി കോൺട്രാക്ട് ചെയ്യും. ബേബി സെർവിക്സ് കൂടുതൽ സ്ട്രെച്ച് ചെയ്ത് ബേബി ബോഡിയുടെ പുറത്തേക്ക് വരും. ഇതൊരു പോസിറ്റീവ് ഫീഡ്ബാക്ക് സിസ്റ്റമാണ്, അല്ലേ? അതായത് ഒരു ഡെലിവറി എന്നാണ് പറയുന്നത്, അത് എൻഹാൻസ് ചെയ്യാണ് ചെയ്യുന്നത്. ആ ചേഞ്ച് ഓഫ് കണ്ടീഷനെ എൻഹാൻസ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പം അങ്ങനെ കൂടുതൽ ഓക്സിറ്റോസിൻ ബ്രെയിന് റിലീസ് ചെയ്തുകൊണ്ടാണ് കൂടുതൽ കോൺട്രാക്ഷൻ നടന്നത്. സെർവിക്സ് കൂടുതൽ സ്ട്രെച്ച് ചെയ്ത് ബേബിയെ നമുക്ക് പുറത്തേക്ക് കിട്ടിയത്. സോ ദിസ് ഇസ് ദി ബർത്ത് ഓഫ് ദ ബേബി. അതാണ് പോസിറ്റീവ് ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. ആഫ്റ്റർ ബർത്ത്, അതായത് ഡെലിവറി കഴിഞ്ഞതിന് ശേഷം നോർമൽ കണ്ടീഷനിലേക്ക് പോവാറുണ്ട്. പക്ഷേ ഈ ഒരു ഫീഡ്ബാക്ക് സിസ്റ്റം എന്ന് പറയുന്നത് ഈ ബർത്ത് വരെയാണ്. അതായത് റിവേഴ്സ് ചെയ്തില്ല, കൂടുതൽ ഓക്സിറ്റോസിൻ റിലീസ് ചെയ്ത് കൂടുതൽ സ്ട്രെച്ചിങ് ഉണ്ടാക്കി സെർവിക്സിൽ കൂടെ ആ ബേബിനെ പുറത്തേക്ക് കൊണ്ടുവരാനാണ് നമ്മളെ ബോഡി കണ്ടീഷൻ ശ്രമിച്ചത്. സോ ദിസ് ഇസ് എ എക്സാമ്പിൾ ഓഫ് പോസിറ്റീവ് ഫീഡ്ബാക്ക് സിസ്റ്റം. ഇനി ചില ടേംസ് പറയുകയാണെങ്കിൽ, ഡിസോർഡർ എന്ന് പറയുന്നത് എന്താ? നമ്മുടെ ഫങ്ഷൻസിലോ സ്ട്രക്ചേഴ്സിലോ എന്തെങ്കിലും അബ്നോർമാലിറ്റീസ് വരുമ്പോഴാണ് നമ്മൾ ഡിസോർഡർ എന്ന് പറയുന്ന ടേം യൂസ് ചെയ്യുന്നത്, അല്ലേ? നമ്മളെ ബോഡിയിലുള്ള ഫങ്ഷൻസിനോ
നമ്മുടെ ബോഡീൻ്റെ സ്ട്രക്ചേഴ്സിനോ എന്തെങ്കിലും അബ്നോർമാലിറ്റീസ് വരുമ്പോഴാണ് ഡിസോർഡേഴ്സ് എന്ന് പറയുന്ന ടേം നമ്മൾ യൂസ് ചെയ്യുന്നത്. ഡിസീസസ് ആണെങ്കിൽ ഇറ്റ് ഈസ് എ മോർ സ്പെസിഫിക് ടേം ഫോർ ഇൽനെസ്, അതായത് ചില കാറ്ററൈസ്ഡ് കാര്യങ്ങൾ നമ്മുടെ ബോഡിയിൽ കണ്ടുപിടിക്കുക, അല്ലെ, റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും. ചില കാറ്ററൈസേഷൻസ് അല്ലെങ്കിൽ ചില മാറ്റങ്ങൾ നമ്മുടെ ബോഡിയിൽ റെക്കഗ്നൈസ് ചെയ്തിട്ട് വരുന്നൊരു ടേമിനാണ് നമ്മൾ വരുന്നൊരു കണ്ടീഷനാണ് നമ്മൾ ഡിസീസ് എന്ന് പറയുന്നത്. അത് ആ ഡിസീസ് കണ്ടീഷൻ നമുക്ക് സൈൻസ് ആൻഡ് സിംറ്റംസ് കാണിക്കും, അല്ലേ. ചില സൈൻസ് ആൻഡ് സിംറ്റംസ് നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുമ്പോഴും ആ ചേഞ്ചബിൾ ക്യാരക്ടേഴ്സിനെ റെക്കഗ്നൈസ് ചെയ്യുന്ന ഒരു കണ്ടീഷനാണ് ഡിസീസ് എന്ന് പറയുന്നത്. ഡിസോർഡേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ബോഡിൻ്റെ ഫങ്ഷൻസിനോ സ്ട്രക്ചേഴ്സിനോ എന്തെങ്കിലും അബ്നോർമാലിറ്റീസ് വരുമ്പോഴാണ് ഡിസോർഡേഴ്സ് എന്ന് പറയുന്നത്. എ പേഴ്സൺ വിത്ത് എ ഡിസീസ് മേ എക്സ്പീരിയൻസ് സിംറ്റംസ് ലൈക്ക് ഹെഡേക്ക്, നോസിയ, ആൻസൈറ്റി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അതാണ് സിംറ്റംസ് എന്ന് പറയുന്നത്. ഒരു ക്ലിനിഷ്യൻസിന് മാത്രം മനസ്സിലാക്കുന്ന ചേഞ്ചസിനാണ് നമ്മൾ സൈൻസ് എന്ന് പറയുന്നത്. സ്വെല്ലിങ്, റാഷസ്, ഹൈ ബ്ലഡ് പ്രഷർ, പാരലൈസിസ് ഒക്കെ സയൻസിൽ വരുന്നതാണ്. സോ ഒന്നുകൂടി പറയാം, നമ്മളെ ബോഡിയുടെ സ്ട്രക്ചേഴ്സിനോ ഫങ്ഷൻസിനോ എന്തെങ്കിലും അബ്നോർമാലിറ്റി സംഭവിക്കുമ്പോൾ നമ്മൾ ഡിസോർഡേഴ്സ് എന്ന് പറയുന്നത്. എന്തെങ്കിലും സഡൻ കാറ്ററൈസ്ഡ് ചേഞ്ചസ് നമ്മളെ ബോഡിയിൽ വരുമ്പോഴാണ് ഡിസീസസ് എന്ന് പറയുന്നത്. ഡിസീസസ് വരുമ്പോൾ എപ്പോഴും സൈൻസ് ആൻഡ് സിംറ്റംസ് കാണിക്കും. സിംറ്റംസ് എന്ന് പറയുന്നത് നമുക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന ചേഞ്ചസ് ആണ് സിംറ്റംസ്, അല്ലെ. ഹെഡേക്ക്, നോസിയ, ആൻസൈറ്റി ഒക്കെ നമുക്ക് സിംറ്റംസിൻ്റെ കേസ് പറയാൻ പറ്റും. നമുക്ക് തന്നെ ദ പേഴ്സൺ ഇറ്റ്സെൽഫ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. സയൻസ് എന്ന് പറയുന്നത് ഒരു ക്ലിനിഷ്യൻ അല്ലെങ്കിൽ ഒരു ഡോക്ടറിന് മാത്രം അല്ലെങ്കിൽ ഒരു ഫിസിഷ്യന് മാത്രം ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന ചേഞ്ചസ് ആണ്. ലൈക്ക് ഫീവർ, റാഷസ്, സ്വെല്ലിങ്, ബ്ലഡ് പ്രഷർ ചേഞ്ചസ്, പാരലൈസിസ് ഒക്കെ സയൻസിൻ്റെ കീഴിൽ വരുന്നതാണ്.